ഒരു നാടിന്റെ കണ്ണീരായി മാറിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്നേക്ക് ഒരാണ്ട്. പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ ഉറ്റവരുടെ മൃതശരീരം അടക്കം ചെയ്തെടുത്ത് കണ്ണീർ അടങ്ങിയിട്ടില്ല. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി വയനാട് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരുങ്ങുന്ന മാതൃകാ വീട് പൂർത്തിയായി. മന്ത്രിമാരായ കെ രാജനും OR കേളുവും വീട് സന്ദർശിച്ചു. ഈ വർഷം ഡിസംബർ 31-നകം മുഴുവൻ വീടുകളും ദുരിതബാധിതർക്ക് കൈമാറുമെന്ന് റിപ്പോർട്ടറിലൂടെ മന്ത്രി ഉറപ്പു നൽകി. ഒരു വർഷം മുൻപ് നിനക്കാതെത്തിയ ഉരുൾ ഒരു നാടിന്റെ ഒന്നാകെ പുഞ്ചിരി മായ്ച്ചു. പുഞ്ചിരിമട്ടവും ചൂരൽമലയുമെല്ലാം കണ്ണീർ കടലായി. ഉറ്റവർ പലരും ഓർമ്മയായി. ഇമ്പമോടെ പാർത്ത വീടുകളെല്ലാം ഉഗ്രരൂപിയായെത്തിയ ഉരുൾ തകർത്തെറിഞ്ഞു. പിന്നെ നിമിഷനേരം കൊണ്ട് നാടൊന്നാകെ ദുരിതബാധിതർക്കായി കൈകോർത്തു. സകലതും നഷ്ടപ്പെട്ട ജീവൻ മാത്രം തിരിച്ചു കിട്ടിയവർക്കായി സർക്കാർ പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചു. ഹാരിസൺ എസ്റ്റൺ എസ്റ്റേറ്റുകളിൽ വീടുകൾക്കായി ഭൂമി കണ്ടെത്തി. പ്രതിസന്ധികൾ പിന്നെയും പലതു പിന്നിട്ടു. ഒടുവിൽ ആദ്യ മാതൃകാ വീടൊരുങ്ങി. മന്ത്രിമാർക്കൊപ്പം ആ സന്തോഷം ഞങ്ങളും നേരിട്ട് കണ്ടു. 2 ബെഡ്റൂം, 2 ബാത്റൂം, ഡൈനിങ് ഹാൾ, ഇങ്ങനെ ഒരു സുന്ദര വീടാണ് ദുരിതബാധിതർക്കായി ഒരുങ്ങുന്നത്. ഈ വർഷം തീരുമ്പോഴേക്ക് മുഴുവൻ വീടുകളും പൂർത്തിയാകുമെന്ന് റിപ്പോർട്ടറിലൂടെ മന്ത്രിമാരുടെ ഉറപ്പ്. നഷ്ടപ്പെട്ടതിനൊന്നും പകരമാവില്ലെങ്കിലും ദുരിതബാധിതർക്കായൊരുങ്ങുന്ന തണൽ പൂർത്തിയാകുന്നതിന്റെ കാത്തിരിപ്പിലാണ് നാട്. റിപ്പോർട്ടർ, വയനാട്.